ഷഫീദ് റാവത്തർ കൂടി ചേരുന്നുണ്ട്. ഷഫീദ്, ഈ VSCയിലെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയായിരുന്നതാണല്ലോ, അതിന്റെ റിപ്പോർട്ടും കിട്ടിയതാണ്. എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരാനുള്ളത്? എന്തുകൊണ്ടാണ് മറ്റൊരു ലാബിൽ ഈ പരിശോധന എന്നുള്ള തീരുമാനത്തിലേക്ക് SIT എത്തുന്നത് ഷഫീദ്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച ചെയ്ത കട്ടിളപ്പാളിയുടെ കാലപ്പഴക്കം സംബന്ധിച്ച് VSSCയുടെ റിപ്പോർട്ടിൽ അവ്യക്തതയുണ്ട് എന്നുള്ളതാണ്. ഇടക്കാല റിപ്പോർട്ടിൽ ഇപ്പോൾ SIT ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രവുമല്ല, ഈ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ മൊത്തത്തിൽ കടത്തി പുതിയ പാളികൾ സ്ഥാപിച്ചതാണോ എന്നതിലാണ് ആശയക്കുഴപ്പം ഉള്ളത്. ഇക്കാര്യത്തിലാണ് കൃത്യമായ ഒരു വ്യക്തതയില്ലാത്തത്. ഈ സാഹചര്യത്തിലാണ് മറ്റൊരു ലാബിൽ പരിശോധന നടത്താനുള്ള തീരുമാനം. 1998 മെർക്കുറി ഉപയോഗിച്ചാണ് UB ഗ്രൂപ്പ് ശബരിമല ശ്രീകോവിലിലെ കട്ടിളപ്പാടി ഈ സ്വർണം പൊതിഞ്ഞത്. എന്നാൽ ചില പാളികളിൽ മാത്രം മെർക്കുറിയുടെ അംശം തീരെ കാണുന്നില്ലെന്നാണ് പരിശോധനാ റിപ്പോർട്ട്. സാമ്പിൾ മറ്റൊരു ലാബിൽ കൂടി പരിശോധിക്കാൻ നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. കോടതി അനുമതി നൽകിയാൽ ആ തീരുമാനത്തിലേക്ക് പോകും. ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിൽ പരിശോധന നടത്താനുള്ള നീക്കം മാസപൂജയ്ക്കായി അടുത്ത ആഴ്ച നടത്തുന്ന ശേഷം സാമ്പിൾ ശേഖരിക്കാനാണ് SIT തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത മാസം അടുത്ത 12ഓടുകൂടി ഇക്കാര്യത്തിൽ ഒരു പക്ഷേ തീരുമാനം വീണ്ടും സാമ്പിൾ ശേഖരിക്കാനുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. കൂടാതെ ഈ പഴയ വാതിലിന്റെ സാമ്പിൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ VSSCയിൽ വിശദമായി പരിശോധിച്ചതാണ്. VSSCയിലെ വ്യക്തതക്കുറവാണ് ഇപ്പോൾ മറ്റൊരു ലാബിലേക്ക് കൂടി അന്വേഷണം നീളാനുള്ളൊരു കാരണം. ഷഫീദ്, ഈ നിലവിൽ ഇപ്പോൾ ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഈ പരിശോധനാ ഫലം സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും അതിന്റെ ഭാഗമാണല്ലോ അല്ലേ ഷഫീദ്? ഉന്മേഷ്, ഉറപ്പായിട്ടും. അതായത് കോടതിയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഇടക്കാല റിപ്പോർട്ടിൽ VSSCയിൽ നടത്തിയ ആദ്യഘട്ട പരിശോധനയുടെയും അന്തിമ റിപ്പോർട്ടും കൂടാതെ VSSCയിലെ ശാസ്ത്രജ്ഞന്മാരുടെയും വിദഗ്ധന്മാരുടെയും മൊഴികളടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലാണ് ഈ പറയുന്ന ഈ നിലവിൽ ഇപ്പോൾ ഈ പ്രതികൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സ്വർണം ശബരിമലയിൽ നഷ്ടമായി എന്നുള്ള കണ്ടെത്തലുള്ളത്. പക്ഷെ അപ്പോൾ തന്നെ ഈ വിചാരണഘട്ടത്തിലടക്കം തിരിച്ചടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വിശദമായ ഒരു പരിശോധനയിലേക്ക് കടക്കുന്നത്. കാരണം കാലപ്പഴക്കം തിട്ടപ്പെടുത്തിയില്ലെങ്കിൽ, അതല്ലെങ്കിൽ ഈ ശബരിമലയിൽ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികൾ തിരികെ എത്തിയെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ലെങ്കിൽ അത് വിചാരണ ഘട്ടത്തിൽ തിരിച്ചടിയാകും. ഇത് മുൻകൂട്ടി കണ്ടാണ് ഈ കുറ്റപത്രം സമർപ്പിക്കുമ്പോഴടക്കം ഇതുമായി ബന്ധപ്പെട്ട കേസ് സ്ട്രോങ് ആകാൻ വേണ്ടി ഇപ്പോൾ മറ്റൊരു സംവിധാനത്തിൽ കൂടി ഈ സാമ്പിളുകൾ പരിശോധിക്കാനുള്ള SITയുടെ നീക്കം. ഷഫീദ് റാവത്താണ് വിവരങ്ങൾ നൽകിയത്. വിഷ്ണു സുരേഷ് ഇപ്പോൾ തുടരുന്നുണ്ട് കൊച്ചിയിൽ നിന്നാം. വിഷ്ണു, ഈ കോടതി ഇതിനോടകം ഈ റിപ്പോർട്ടുകൾ പരിഗണിച്ച ഘട്ടത്തിലൊക്കെ അന്വേഷണ സംഘത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. അന്വേഷണത്തിൽ തൃപ്തിയാണ് കോടതി അറിയിച്ചത്. ഒട്ടേറെ വിമർശനങ്ങൾ കൂടി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇത് സങ്കീർണമായ ഒരു അന്വേഷണമാണെന്ന് കോടതി തന്നെ നിരീക്ഷിച്ചതാണ്. ഇനി വീണ്ടും ഒരു പരിശോധന എന്ന് പറയുമ്പോൾ അതിന് സമയമെടുക്കും. ഈ സാമ്പിൾ എപ്പോൾ ശേഖരിക്കാൻ കഴിയും എന്നതൊക്കെ ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ ഈ അന്വേഷണം ഇനി വീണ്ടും നീളുമെന്ന് തന്നെ വേണമല്ലോ കരുതാൻ വിഷ്ണു. ഉന്മേഷ്, 2 തവണയുമാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് SIT സമയം നീട്ടിച്ചോദിച്ചത്. ആ സമയം നീട്ടിച്ചോദിച്ച നടപടിയെ കോടതി സ്വാഗതം ചെയ്യും. കോടതി ആദ്യഘട്ടത്തിൽ 1 മാസവും പിന്നീട് 1.5 മാസവും സമയം നീട്ടി നൽകുകയും ചെയ്തു. ഒരുപക്ഷെ ഇപ്പോൾ ഈ തുടർ പരിശോധനയുടെ ഭാഗമായി ഇനിയും സമയം നീട്ടി നൽകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുമ്പാകെ വന്ന ഘട്ടത്തിലാണ് കോടതി പറഞ്ഞത് ഈ കേസ് അങ്ങേയറ്റം സങ്കീർണമാണ്, അസാധാരണമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഏറ്റവും നിർണായകമായ ചില തെളിവുകൾ കണ്ടെത്താൻ കുറച്ചുകൂടി സമയം എടുക്കേണ്ടി വരും. അതുകൊണ്ട് SITക്ക് കുറച്ചുകൂടി സമയം നൽകൂ എന്ന നിലപാടാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ പറഞ്ഞത്. സ്വാഭാവികമായും നിലവിൽ ഇപ്പോൾ ഒരു പരിശോധന കൂടി അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ അന്വേഷണം നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊന്നും അന്വേഷണത്തിന്റെ മെറിറ്റിനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന നിലപാടാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിലുള്ളത്. പ്രത്യേകിച്ച് 90 ദിവസം കഴിഞ്ഞു. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം പലർക്കും ലഭിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകൾക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. മറ്റു പ്രതികളുടെയും 90-ാം ദിവസത്തിലേക്ക് എത്തുകയാണ് ഇപ്പോൾ. പത്മകുമാർ, എൻ വാസു പോലുള്ള ആളുകളുടെയും ദിവസം, അവർ ജയിലിൽ കിടന്ന ദിവസം 90 ദിവസത്തിലേക്ക് എത്തുകയാണ്. അവർക്കും ജാമ്യം ലഭിക്കാനുള്ള, കുറ്റപത്രം നൽകിയില്ലെങ്കിൽ അവർക്കും ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊന്നും ഈ പറയുന്ന അന്വേഷണത്തിന്റെ മെറിറ്റിനെ ബാധിക്കില്ല. ഇവർക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാലും അന്വേഷണത്തെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന നിലപാടാണ് ഹൈക്കോടതിക്കുള്ളത്. അതായത് ഹൈക്കോടതി പൂർണ്ണമായ ഒരു കുറ്റപത്രമാണ് പ്രതീക്ഷിക്കുന്നത്. കേവലമായൊരു ആദ്യ കുറ്റപത്രം നൽകി, സാധാരണ വേണമെങ്കിൽ ജാമ്യം തടയാൻ വേണ്ടി ആദ്യം ഒരു കുറ്റപത്രം നൽകുകയും പിന്നീട് അനുബന്ധ കുറ്റപത്രമൊക്കെ നൽകുക. പക്ഷെ അങ്ങനെ ഒരു കുറ്റപത്രത്തിനല്ല, കുറ്റമറ്റ, അതായത് ഒരു പഴുതുമില്ലാത്തൊരു കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ് SITക്ക് മേൽ ഇപ്പോൾ ഹൈക്കോടതി നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം. അതുകൊണ്ട് സമയമെടുത്താലും പ്രശ്നമില്ല എന്നൊരു നിലപാടിലേക്ക് കോടതി പോകാനുള്ള സാധ്യതയാണുള്ളത്. ശരി, വിഷ്ണു സുരേഷിനൊപ്പം ഷഫീദ് റാവുത്തറുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.